ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന ലേഡീസിനെ തെറി പറഞ്ഞും അപമാനിച്ചും ഭയപ്പെടുത്തിയും പണം തട്ടുന്ന ചില വിരുദ്ധന്മാരെ കുറിച്ചിട്ടാണ്. ഒരു വിരുദ്ധന്റെ പണം ചോദിച്ചുള്ള വീഡിയോകൾ കണ്ടാലോ? എന്ത് ചെയ്യാൻ പറ്റൂലേന്ന്? എന്റെ കൈ പൈസ ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. അയാളെ മെയിൻ ആവശ്യം എന്ന് വെച്ചാൽ ക്യാഷാണ്. അയാളുടെ ID ഇതാണ് അയാൾ എന്താന്ന് വെച്ചാൽ ഖത്തറിൽ കാർഗോയിൽ ജോലി ചെയ്യുന്ന ഫാത്തിമ എന്ന ലേഡിക്കുണ്ടായ ദുരനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? എനിക്ക് ഒരു രീതിയിലും ഇയാളെ ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് ഇയാളെ അറിയുകയുമില്ല, ഒന്നുമില്ല. ഞാൻ പൊതുവേ ഒരു ആഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നതിനിടയിൽ ഒരു ദിവസം ഇയാൾ വന്ന് കയറുകയും എൻ്റെ ലൈവിനടിയിൽ വന്ന് ഇങ്ങനെ ബാഡ് കമൻ്റ് ഇടുകയും നമ്മൾ മ്യൂട്ട് അടിച്ചു എന്നതാണ് ഇയാളെ പ്രൊവോക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്നാണ് ഇയാൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഇയാൾ പിന്നെ അന്ന് തുടങ്ങിയതാണ് ഇയാൾ എനിക്കെതിരെയുള്ള ഈ ഒരു സൈബർ ബുള്ളിങ്. അതായത് ഈ ലേഡി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുത്തൻ മോശം കമൻ്റ് ഇട്ടു. ഈ മോശം കമൻറ്റ് കൂടിയപ്പോൾ ഈ ലേഡി ഒരു മണ്ടത്തരം കാണിച്ചു. ഇയാളെ ഗസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ലൈവിലേക്ക് ആഡ് ചെയ്തും ഇയാൾ അതിലും വലിയ മോശം കമൻറ്റുകൾ ഇടാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി അയാൾ ബ്ലോക്ക് ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കര വൈരാഗ്യമായി. വൈരാഗ്യത്തിൻ്റെ ഫലമായിട്ട് ഈ ലേഡിയും കുടുംബവും എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് ഈ ലേഡി പറയുന്നത് തന്നെ നമുക്ക് കേട്ടു നോക്കാം. ഏകദേശം ഒരു 7-8 മാസങ്ങളായി ഇയാൾ എന്നെ അതിക്രൂരമായിട്ട് എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ടോർച്ചറിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇഗ്നോർ ചെയ്തിട്ടും ഇദ്ദേഹം എന്നെ വിടാതെ പിന്തുടരുകയും എൻ്റെ ഫാമിലി ഫോട്ടോസ്, എൻ്റെ ബ്രദേഴ്സിൻ്റെ ചെറിയ 1 വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോ വരെ ഇദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലും മറ്റ് പല ആൾക്കാരെ അദ്ദേഹത്തെ ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ മറ്റ് പല അക്കൗണ്ടിലും ഇത് പോസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഫ്ലഡ് ചെയ്ത് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, പോൺ സൈറ്റിൽ വരെ എൻ്റെ ഫോട്ടോസ് കൊണ്ടു ചെന്ന് 100 dirhams കോൾ മീ എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ ഉൾപ്പെടെ ഇദ്ദേഹം ആഡ് ചെയ്ത് വളരെ മോശമായിട്ട് നാട്ടിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലും എൻ്റെ ഫാമിലിയിലും എൻ്റെ ബ്രദേഴ്സിൻ്റെ എല്ലാവരുടെയും വാട്സപ്പിലേക്കും ഇയാൾ അയക്കുകയും എൻ്റെ ഹസ്ബൻഡിനെയും ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ലൈവ് ഇടുക, തെറി വിളിക്കുക, അത് തന്നെ അയാൾക്ക് സ്ഥിരം പരിപാടിയാണ്. അജ്മാനിൽ ജോലി ചെയ്യുന്ന ചില വിരുദ്ധന്മാരാണ് ഈ ലേഡിയും കുടുംബത്തെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഈ ലേഡി മാത്രമല്ല കേട്ടോ അവരെ വലയിൽ വീണിട്ടുള്ളത്, വേറെയും ലേഡീസ് വീണിട്ടുണ്ടെന്ന് പറയണം. ഇവർ ക്യാഷ് ചോദിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അത് ഗതി കെട്ടിട്ട് ഈ ലേഡി ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് പ്രധാന പ്രതിയുടെ വീട്ടിലേക്ക് പോയി. കാരണം വീട്ടിൽ അച്ഛനമ്മയൊക്കെ പറഞ്ഞാൽ ഇയാൾ കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്നിട്ടുള്ള അനുഭവം ആ ലേഡി പറയുന്നത് നമുക്ക് നോക്കാം. സൽമാൻ ഫൈസി എന്ന് പറയുന്ന അബ്ദുൽ നാസർ മാത്രമാണ് കാസർഗോഡ് സ്വദേശി. ഈ രണ്ടാം പ്രതി, നമ്മൾ കേസ് കൊടുത്തതിൽ രണ്ടാം പ്രതി നിയാസ് ഇബ്രാഹിം എന്ന് പറയുന്ന സ്റ്റീഫൻ ID ഉപയോഗിക്കുന്ന ആൾ തിരുവനന്തപുരംകാരനാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രധാനപ്പെട്ട ഐഡിയുടെ അയാളുടെ പേര് അബ്ദുൽ നാസർ മുഹമ്മദ് കുഞ്ഞി എന്നാണ് അയാളുടെ പേര്. അയാൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് മുട്ടുന്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഞാൻ അവിടെ പോവുകയും അയാളുടെ വീട്ടിൽ പോവുകയും അയാളെ ഫാമിലിയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവരൊക്കെ നിസ്സഹായരാണ്. ഇയാൾ അവരോടും ഇങ്ങനെയൊക്കെയാണ് പെരുമാറുകയും അവിടുന്ന് വളരെ ഒരു നല്ല റിസൾട്ടൊന്നും അല്ല കിട്ടിയത്. ഇയാളെ സ്വഭാവം, ഇയാളെ ആറ്റിറ്റ്യൂഡ്, ഇയാളെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത്. അതും ഇയാളെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തു. ഞാൻ അവരെ വീട്ടിൽ പോയത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമല്ല. വീട്ടിലെ ഉമ്മയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളൊന്നും ഇല്ലല്ലോ. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇയാളെ വീട്ടിൽ ഞാൻ പോയത്. പക്ഷേ എന്നിട്ടും ഇയാൾ ഇയാൾ ഒരു തരത്തിൽ നമ്മളുമായിട്ട് ഒരു രീതിയിലും എന്നെ വിടാൻ ഇയാൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു 2000 dirhams തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. ഇയാളെ ഇവിടത്തേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ 2000 dirhams അയച്ചു കൊടുക്കുകയും അതിനുശേഷം വീണ്ടും ഒരാഴ്ച അപ്പോൾ ശല്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഫുള്ള് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇയാൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും എനിക്ക് പേടിയാവും. അപ്പോൾ ഞാൻ ഇയാളോട് പോയിട്ട് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇയാൾ വീണ്ടും എന്നോട് ക്യാഷ് ആവശ്യപ്പെടുകയും ചെയ്യും. സ്ത്രീകളെങ്ങനെ അപമാനിച്ചും ഭയപ്പെടുത്തിയും പറ്റിച്ചും കാശ് പിടുങ്ങുന്ന സഹോദരങ്ങളെ, നാണമാനുണ്ടോ? ഇതിലും ഭേദം തെണ്ടി തിന്നില്ലേ നല്ലത്. എന്തൊരു മോശമാണ്. ഇനി സോഷ്യൽ മീഡിയയിലുള്ള ലേഡീസിനോട്
ദയവ് ചെയ്ത് നിങ്ങൾ ആരും പേടിക്കാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമെങ്കിൽ ആരെയും പേടിക്കരുത്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ റെസിപ്റ്റ് പഠിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക. മറ്റുള്ളവരുടെ ചോദ്യത്തിനുള്ള ഉത്തരവായില്ലേ? ഇവരെ പേടിക്കാൻ നിന്നാൽ അതിനേ സമയം കാണും. ഇവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പോയാൽ മാനം പോവും, പൈസയും പോവും. ദയവേത് സ്ത്രീകളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ഈ ലേഡി അജ്മാനിൽ വന്നിട്ട് അവിടുത്തെ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ഓൾറെഡി ഇന്നലെ ഒരാൾ അതിൽ സെക്കൻഡ് പ്രതിയായ സ്റ്റീഫൻ 1989 എന്ന് പറയുന്ന ID യൂസ് ചെയ്യുന്ന നിയാസ് ഇബ്രാഹിം എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഫാത്തിമയ്ക്ക് കേസ് കൊടുക്കാൻ തോന്നിയത് നന്നായി. ഒരു വിരുദ്ധനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയണം, അടുത്ത വിരുദ്ധന്മാരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ ഇതുപോലെ ചില വിരുദ്ധന്മാർ ഗൾഫിലിരുന്നിട്ട് തെറി വിളിക്കുന്നവരുണ്ട്. ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ടും ഫേക്ക് ഐഡി ഉണ്ടാക്കാതെയും ട്രോൾ ഇടുന്നവരും ഉണ്ട്. അവരും സൂക്ഷിക്കുക. നിങ്ങൾക്ക് എത്രയും വേഗം ഇതുപോലെ തന്നെ പിടി വീഴുന്നതാണ്. ലേഡീസിനെ മോശമായിട്ടൊന്നും പറയാതിരിക്കുക, ലേഡീസും തിരിച്ചും അവരൊന്നും പറയാതിരിക്കുക. ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബായ്.